ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 4 ദിവസത്തെ വെടിനിർത്തൽ മുതലെടുക്കാൻ ഇറാൻ. ഹിസ്ബുള്ളയെ വീണ്ടും പുനർനിർമ്മിക്കാൻ വൻ നീക്കം ഇറാൻ നടത്തുന്നുവെന്നും തെളിവുകൾ പുറത്തുവിട്ട് വാഷിംഗ്ടൺ പോസ്റ്റ്. വെടിനിർത്തൽ കരാർ പ്രകാരം ലബനോനിലെ ഔദ്യോഗിക സൈന്യം അല്ലാതെ മറ്റാരും ആയുധം കൈവശം വയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് ലംഘിച്ച് ഇറാൻ ലബനോനിലെ ഹിസ്ബുള്ളയെ വീണ്ടും ആയുധ സജ്ജമാക്കാൻ നീക്കം നടത്തുകയാണ്. ഹിസ്ബുള്ളയുടെ സ്റ്റോക്ക് എടുക്കാനും പുനർനിർമ്മിക്കാനും പ്രതിരോധം പുനഃസ്ഥാപിക്കാനും ഇറാന് ഈ ഉടമ്പടി അവസരം നൽകുന്നു എന്നാണ് ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നത്. ലബനോനി ഹിസ്ബുള്ളയുടെ അസ്ഥി കൂടാരം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രയേൽ അവരുടെ ധനകാര്യ സ്രോതസ്സുകളും ബാങ്കും വരെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ആയുധങ്ങൾ 90% നശിപ്പിച്ചിരുന്നു. ലബനോനിൽ ഇതെല്ലാം നിരീക്ഷിച്ച് ഇപ്പോഴും ഇസ്രയേൽ സൈന്യമുണ്ട്. തെക്കൻ ലബനോൻ മുഴുവൻ ഇസ്രയേൽ സൈന്യത്തിന്റെ കൈവശത്തിലാണിപ്പോൾ. രാത്രിയിൽ സൈന്യം ലബനോനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാത്രി തെക്കൻ ലബനോനിൽ ആരെ പുറത്തു കണ്ടാലും വെടിവെക്കും. ഓപ്പൺ ഫയർ ഉണ്ടാകും എന്നും ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ വൈകിട്ട് 7 മണി മുതൽ രാവിലെ 7 മണി വരെ പുറത്തിറങ്ങരുത്. ഇറാൻ രാത്രിയുടെ മറവിൽ ആയുധങ്ങൾ കടത്തി ഹിസ്ബുള്ളകളെ സജീവമാക്കുന്നത് തടയാൻ എല്ലാ നീക്കവും ഇസ്രയേൽ ചെയ്യുകയാണ്. സമീപ മാസങ്ങളിൽ ലബനനിൽ ഉടനീളമുള്ള തങ്ങളുടെ സൈറ്റുകൾക്കെതിരെ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണം ഹിസ്ബുള്ളയുടെ തലവന്മാരെ തുടച്ചു നീക്കിയിരുന്നു. ഹിസ്ബുള്ളയെ ഇറാനും സിറിയ ഇറാഖ് മേഖലയിൽ ഉള്ളവർക്കും സഹായിക്കാനായില്ല. ഇറാൻ സഹായിക്കാൻ വന്നപ്പോൾ ഇറാനിൽ 2 വട്ടം ആക്രമണം നടത്തിയാണ് ഇസ്രയേൽ ഇറാനെ നിശബ്ദമാക്കിയത്. സിറിയയിലും ഇറാഖിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമാക്കിയിരുന്നു. ഇറാന്റെ മറ്റു പ്രോക്സികളിൽ നിന്ന് ഹിസ്ബുള്ള കൂടുതൽ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് ഉദ്ധരിച്ച ഉറവിടങ്ങൾ പറയുന്നു. എന്നാൽ ഫലത്തിൽ ഇസ്രയേൽ അതെല്ലാം തടയുകയായിരുന്നു. കനത്ത ബോംബാക്രമണ സമയത്ത് ലബനൻ ഏറ്റവും ദുർബലമായിരുന്നു. എന്നിട്ടും യമൻ, ഇറാഖ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിരോധ അച്ചുതണ്ടിലെ മറ്റ് അംഗങ്ങളിൽ നിന്നുള്ള പിന്തുണ വളരെ കുറവായിരുന്നു. ഹിസ്ബുള്ളയുമായി അടുത്ത വൃത്തങ്ങളിൽ ഒരാൾ വ്യക്തമാക്കിയതാണ് ഇത്. സെപ്റ്റംബറിൽ ഗ്രൂപ്പിന്റെ ദീർഘകാല നേതാവ് ഹസൻ നസ്രല്ലയെയും മറ്റ് പല ഉദ്യോഗസ്ഥരെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയതുൾപ്പെടെ യുദ്ധസമയത്ത് ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ സഹായം കിട്ടിയില്ല. ഇറാനെ ഒരു ഉരുക്കുമതിൽ കെട്ടി ഇസ്രയേൽ തടഞ്ഞു നിർത്തുകയായിരുന്നു. 1 വർഷമായി ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് നിരവധി സുപ്രധാന പ്രഹരങ്ങൾ ഏൽപ്പിച്ചു. ഇപ്പോൾ ആകട്ടെ വെടിനിർത്തി സമാധാനം വന്നപ്പോൾ വീണ്ടും ഇറാൻ പണി തുടങ്ങിയിരിക്കുന്നു. പുനർനിർമ്മാണത്തിനും ഹിസ്ബുള്ളയുടെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനും ഷിയ സമൂഹത്തിനുള്ളിൽ പിന്തുണ നിലനിർത്തുന്നതിനും ഫണ്ട് അനുവദിക്കാൻ ഇറാൻ തയ്യാറാണ്. എല്ലാം ലബനോനിലെ നിരപരാധികളായ ജനത്തെ പരിചകളാക്കി വീണ്ടും ഇറാനും ഹിസ്ബുള്ളയും കുഴപ്പത്തിലേക്ക് പോവുകയാണ്. ഇവർക്ക് യുദ്ധത്തിൽ തോൽക്കുന്നതല്ല വിഷയം, കൂടുതൽ പോരാളികളെ ഖുർആൻ പ്രകാരം സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ് എന്നും വിമർശകർ ആക്ഷേപിക്കുന്നു. ഇതിനിടെ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇരുപക്ഷവും അവകാശപ്പെട്ടിട്ടും തുടരുകയാണ്. വെടിനിർത്തൽ കരാറിന്റെ ക്ലോസ് 2 പറയുന്നത് ലബനൻ പ്രദേശത്തിനുള്ളിൽ ഇസ്രയേൽ ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തില്ല എന്നും ഹിസ്ബുള്ളയോ മറ്റ് സായുധ സംഘങ്ങളോ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ലബനീസ് സർക്കാർ തടയുമെന്നും പറയുന്നു. എന്നിരുന്നാലും ലബനനിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്ന നിരവധി സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രയേൽ പറയുന്നത് ആയുധധാരികളെ എവിടെ കണ്ടാലും വെടിയുതിർക്കാൻ കരാർ അനുവദിക്കുന്നുണ്ട് എന്നാണ്. അതേസമയം ഗാസയിൽ പൊരിഞ്ഞ പോരാട്ടം, 100-ലധികം പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഉടനീളം ആക്രമണം നടക്കുകയാണ്. ഹമാസിന്റെ പ്രവർത്തകരെ ലക്ഷ്യം വെച്ച് നടത്തിയ എയർ സ്ട്രൈക്കുകൾ വിജയിച്ചുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഗാസയുടെ മണ്ണിൽ നിന്നും ഹമാസിനെ മാത്രമല്ല ആശയവും തുടച്ചു നീക്കുമെന്ന് ഇസ്രയേൽ പറയുകയാണ്. ഗാസയിൽ ഹമാസിന്റെ അനുകൂലികൾ വരെ ഇല്ലാതാകും വരെ യുദ്ധം തുടരുമെന്നും ഇസ്രയേൽ. 100 കണക്കിന് പേരെ വധിച്ച ഇസ്രയേൽ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകരും UN ഉദ്യോഗസ്ഥരും വരെ ഉൾപ്പെട്ടു. ഇതിനിടെ ഹമാസ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറായി. ഇസ്രയേലിന്റെ ആവശ്യം ബന്ദികളെ വിട്ടു നൽകിയാൽ തൽക്കാലം വെടിനിർത്താം എന്നാണ്. ഓർക്കുക, 101 ബന്ദികൾക്ക് വേണ്ടി ഗാസയിൽ എല്ലാ ദിവസവും മരിച്ചു വീഴുന്നത് 100 കണക്കിന് ആളുകളാണ്. 23 ലക്ഷം ജനങ്ങൾക്ക് വസ്ത്രവും വെള്ളവും ആഹാരവും ഇല്ലാതെ ക്ഷാമത്തിലാണ്. മരുന്നില്ല, എണ്ണയും ശുദ്ധവായുവും ഇല്ല. ഭൂമിയിലെ നരകമായിട്ടും ബന്ദികളെ എന്തുകൊണ്ട് പലസ്തീൻ വിട്ടു നൽകുന്നില്ല? സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ ശേഷിയില്ലാത്തവർ 101 ഇസ്രയേൽ ബന്ദികളെ വെച്ച് വിലപേശുകയാണ്. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുന്നു എന്ന വാക്യം ഇപ്പോൾ പലസ്തീനികളിൽ 100% ശരിയാകുന്നു. വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ശനിയാഴ്ച ഇസ്രയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 40 പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത്. ശനിയാഴ്ച ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 100 ഉയർന്നു. നേരത്തെ തെക്കൻ ഖാൻ യൂനിസിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭക്ഷണ സഹായത്തിനായി കാത്തിരുന്ന 12 പലസ്തീനികളെ കൂടാതെ വേൾഡ് സെൻട്രൽ കിച്ചണിലെയും സേവ് ദ ചിൽഡ്രൻസിലെയും 4 തൊഴിലാളികളും കൊല്ലപ്പെട്ടിരുന്നു. തെക്കൻ ഖാൻ യൂനിസിൽ ഭക്ഷണ സഹായത്തിനായി കാത്തുനിന്ന 12 പേർ മരിച്ചു. ഈ വർഷം US ആസ്ഥാനമായുള്ള സഹായ സംഘത്തിന് നേരെ നടന്ന 3ാമത്തെ ആക്രമണത്തിൽ ഖാൻ യൂനിസിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ വേൾഡ് സെന്റർ കിച്ചണിലെ 3 തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. സേവ് ദ ചിൽഡ്രൻ ജീവനക്കാരനായ അഹമ്മദ് ഫൈസൽ ഇസ്ലീം അൽ ഖാദി ഖാൻ യൂനിസിലെ പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ ഗാസ സൂപ്പ് കിച്ചൺ ഷെഫ് മഹ്മൂദ് അൽ മഥൂദ് കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിലെ സഹായ പ്രവർത്തനങ്ങൾക്കും തൊഴിലാളികൾക്കും നേരെ നിരവധി മാരകമായ ഇസ്രയേലി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്
കർമാനൂസ്.